എല്ലാ മാന്യപ്രേക്ഷകർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇസ്രയേൽ പാലസ്തീൻ, ഇസ്രയേൽ ലെബനോൻ, മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വാർത്തകളാണ് നമ്മളിവിടെ പ്രക്ഷേപണം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം വളരെ ശക്തമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ചയോളം അടുത്തിരിക്കുകയാണ് ആ യുദ്ധം മുൻപോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ഇസ്രയേൽ ഗാസയിൽ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹമാസിൻ്റെ ഏതാണ്ട് അവസ്ഥകളൊക്കെ നമുക്കറിയാം. ഹമാസിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇസ്രയേലെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. യഹ്യ സിൻവറിനെ കുറിച്ചും പുറത്തു വരുന്നതായിട്ടുള്ള വാർത്തകൾ അദ്ദേഹവും കൊല്ലപ്പെട്ടിരിക്കാം. എന്നാൽ IDF, അതായത് ഇസ്രയേൽ മിലിറ്ററി അത് കൺഫേം ചെയ്തിട്ടില്ല. എങ്കിലും പല കോണുകളിൽ നിന്നും യഹ്യാർ കൊല്ലപ്പെട്ടിരിക്കാം എന്നുള്ള രീതിയിലുള്ള തെളിവുകളും അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായിരുന്നാലും യഹ്യ ഇനിയും കൊല്ലപ്പെട്ടില്ലെങ്കിൽ പോലും മറ്റുള്ള എല്ലാ നേതാക്കളും ഹമാസിൻ്റെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെയൊക്കെ ഹമാസ് ദിവസവും നൂറുകണക്കിന് റോക്കറ്റുകളൊക്കെ അവർ ഈ ഇസ്രയേലിലേക്കൊക്കെ അവർ അയച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോഴും നമുക്കറിയാം, ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധം ഒരാഴ്ചയോളം നടന്നിട്ടും ഈ പാലസ്തീനിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒരു റോക്കറ്റ് പോലും ഇസ്രയേലിലേക്ക് അവർക്ക് തൊടുക്കുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ആക്രമണം ഒക്കെ നടത്തുവാനോ ഒന്നും ഹമാസിന് സാധിക്കുന്നില്ല. അതിനർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഹമാസ് വളരെ ദുർബലപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊരു അക്രമം ഇസ്രയേലിനെതിരെ നടത്തുവാനോ ആ രീതിയിലുള്ളതായിട്ടുള്ള യാതൊരു കഴിവുകളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രയേൽ മിലിറ്ററി അവരെ ക്രഷ് ചെയ്തിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ ഹമാസിൻ്റെ തീവ്രവാദികൾ ഇനിയും ബാക്കിയുള്ളതായിട്ടുള്ള ചെറിയ ടണലുകളിലൊക്കെ അവർ ഒളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് റെസിഡൻസ് ആയിട്ടുള്ള വീടുകളിലൊക്കെ അവർ ഒളിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളുകളിലും ഒക്കെ അവർ ഒളിച്ചിരിക്കുന്നുണ്ട്. അവർ ഡ്രോണുകളാൽ നിരീക്ഷിക്കുകയും അപ്രകാരം അവർക്ക് ഡൗട്ട് തോന്നുന്നവരെ ഡ്രോണുകൾ അല്ലെങ്കിൽ മറ്റ് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുള്ളതായിട്ടുള്ള പരിശോധനയിൽ അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ രീതിയിൽ അവരെ കൊല്ലുക, അല്ലെങ്കിൽ അവർക്കെതിരെ അറ്റാക്കുകൾ നടത്തി അവരെ കൊല്ലുക എന്നുള്ളതാണ്, തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം. ഹമാസിനോടുള്ള ബന്ധത്തിൽ ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേലിന് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഫോഴ്സിൻ്റെ ഒന്നും ആവശ്യം അതിനോടുള്ള ബന്ധത്തിലില്ല. കാരണം നേരിട്ടുള്ളൊരു ആക്രമണമൊന്നും ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ രീതിയിലൊരു വലിയ സൈന്യത്തെ ഒന്നും അവിടെ വിന്യസിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ അവർക്കറിയാം, ഈജിപ്തുമായിട്ടുള്ളതായിട്ടുള്ള ബോർഡർ ഇസ്രയേലിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങളോ ഈ ഹമാസിന് വരുവാനുള്ള സാഹചര്യവും അപ്രകാരം ഇസ്രയേൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ കൂടുതൽ അടുത്ത ശത്രുവായിരിക്കുന്നതായിട്ടുള്ള, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, ഹമാസിനേക്കാൾ 3 ഇരട്ടിയോളം അല്ലെങ്കിൽ 4 ഇരട്ടിയോളം ശക്തമായിട്ടുള്ള സേനയാണ് ഹിസ്ബുള്ള. നമ്മുടെ വാർത്തകളിലും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ പലപ്പോഴും എഴുതി വിടുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിരിക്കാറുണ്ട്. അവർ പറയുന്നത് ഹമാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹിസ്ബുള്ള ഒന്നുമില്ല എന്നൊക്കെയാണ്. അത് അവരെത്രത്തോളം അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് അത് പറയുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും, ഹമാസിനേക്കാളും വളരെ ശക്തമായിട്ടുള്ളതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതായിട്ടുള്ള ഒരു തീവ്രവാദ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു സൈന്യമാണ്, ഒരു ടെററിസ്റ്റ് ആർമിയാണ് ഹിസ്ബുള്ള എന്ന് നമ്മൾ മറന്നു പോകരുത്. അവർക്ക് ഏകദേശം 2 ലക്ഷത്തോളം അടുത്ത് റോക്കറ്റുകളും മിസൈലുകളും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഇൻ്റലിജൻസും മറ്റ് യുദ്ധസാമഗ്രികളും അതുപോലെ തന്നെ ഇറാൻ്റെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു സെക്കൻഡറി ആർമിയായിട്ട് തന്നെ നമുക്കവരെ കണക്കാക്കാവുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു സൈന്യമാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദ സൈന്യമാണ് ഈ ഹിസ്ബുള്ളയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഹിസ്ബുള്ളയെ നേരിടുവാൻ വേണ്ടി ഇസ്രയേലിന് വളരെ ഫോഴ്സ് അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ ഗാസയിൽ നിന്നും, ഇപ്പോൾ ഗാസയിലെ ഹമാസിൻ്റെ ഏതാണ്ട് അവർ ഒരു പ്രൊസീജിയറൊക്കെ തീർത്ത ശേഷം അവർ ഈ വടക്കൻ മേഖലയിലേക്ക് അവരെ നീക്കിയിരിക്കുന്നത്.
അപ്പോൾ അവിടെ അവർക്ക് ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവർക്ക് അനേകം സൈന്യത്തെ അവിടേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓർപ്പിച്ച പോലെ ഇസ്രയേൽ ഏതാണ്ട് 2 റിസർവ് ബറ്റാലിയനെ കൂടി തിരികെ വിളിച്ചിരിക്കുകയാണ് ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഞാൻ അതാണ് ഈ വീഡിയോയിൽ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലമായിട്ട് അവിടെ നടന്നതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം. അവിടെ ആദ്യത്തെ ദിവസം അവിടെ പേജർ പൊട്ടിത്തെറിച്ചു. അതിൽ നമുക്കറിയാം അനേകം ഹിസ്ബുള്ളയുടെ നേതാക്കൾക്കാണ് മെയിനായിട്ട് പരിക്ക് പറ്റിയത്. അവരുടെ കമാൻഡർ, ആ രീതിയിലുള്ളതായിട്ടുള്ള നേതാക്കൾക്കാണ് പരിക്ക് പറ്റിയത്. അവരുടെ കൈകൾ, അതുപോലെ തന്നെ വിരലുകൾ, അതുപോലെ മുഖം, വയറിൻ്റെ ഭാഗങ്ങൾ ഒക്കെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അതിൽ പരിക്കേറ്റവരിൽ ഏതാണ്ട് 95% ആളുകൾക്കും ഇനി ഒരിക്കലും അവർക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇറങ്ങുവാനോ ഒന്നും ഉള്ളതായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അനേകം പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവർക്കൊന്നും ഇനിയും തിരികെ ഒരു യുദ്ധത്തിനായിട്ട് ഇസ്രയേലിനെതിരെയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എതിരെയോ യുദ്ധത്തിനായിട്ട് ഇറങ്ങുവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വലിയ ഒരു അറ്റാക്കാണ് അവർക്ക് അവരുടെ മെയിൻ അല്ലെങ്കിൽ ഹെഡിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് നമുക്കറിയാം രണ്ടാമത്തെ ദിവസം ഇവരുടെയൊക്കെ ഇതിൽ മരിച്ച ചിലരുടെ ശവമടക്കിനും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച്. അത് ഈ പേജറിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. അതിലും അനേകം പേർ മരിക്കുവാനിടയായി. അതും അവരുടെ ലീഡേഴ്സും ഒക്കെ ആയിരുന്നു. അവർ അപ്രകാരം അവിടെ ഒരു ആക്രമണത്തിൽ കുറേ പേർ മരിക്കുവാൻ ആ രീതിയിൽ ഇടയായി. ഇത് തന്നെ അവരുടെ ഇടയിൽ വളരെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും അവരുടെ ഹോസ്പിറ്റലുകളൊക്കെയും പേഷ്യൻസിനെ കൊണ്ട് നിറയുകയും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ഇവർക്ക് മനസ്സിലാകാതെ വണ്ണം ഇവരാകെ പരിഭ്രാന്തി നിറഞ്ഞവരായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് ഇറാൻ്റെ അംബാസിഡറും പേജർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, ഇറാനാണ് ഈ ഹിസ്ബുള്ളയുടെ മാസ്റ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇറാൻ്റെ ചെലവും കൊടുത്ത് വളർത്തുന്നതായിട്ടുള്ള ഒരു സെക്കൻഡറി ആർമിയാണ് ഹിസ്ബുള്ള. അപ്പോൾ ഹിസ്ബുള്ളയുടെ നേതാക്കൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പേജസ് അല്ലെങ്കിൽ അവരുടെ തീവ്രവാദികൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഈ പേജർ ഇറാൻ്റെ അംബാസഡറുടെ കയ്യിൽ വരണമെങ്കിൽ അംബാസഡർക്ക് തീർച്ചയായിട്ടും ഈ തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ബന്ധവും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, ലോകത്തിന് വളരെ വ്യക്തമാണ് ഈ ഇറാനാണ് ഇതിൻ്റെ പിറകിൽ ഉള്ളതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. ഈ വാക്കി ടോക്കി ആക്രമണത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേലിൻ്റെ ശക്തമായിട്ടുള്ള എയർ സ്ട്രൈക്കാണ് നമ്മൾ അവിടെ കണ്ടത്. ഏതാണ്ട് 1500 ലൊക്കേഷൻസാണ് ഇസ്രയേൽ എയർഫോഴ്സ് ആക്രമിച്ചതെന്ന് നമ്മൾ മറന്നു പോകരുത്. 1500 ലൊക്കേഷൻസാണ് അവരുടെ ഹിസ്ബുള്ളയുടെ ലൊക്കേഷൻസാണ് ആക്രമിച്ചത്. നമ്മൾ പലപ്പോഴും ഓർക്കും, എങ്ങനെയാണ് ഇസ്രയേൽ ഇത്ര കൃത്യമായിട്ട് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളും അവരുടെ കമാൻഡോ സെൻറ്റേഴ്സും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റേഴ്സും ട്രെയിനിങ് ചെയ്യാനുള്ള ആ സ്ഥലങ്ങളും ഇങ്ങനെയുള്ളതായിട്ടുള്ള ഡിപ്പോകളും ഒക്കെയാണ് ഇവർ വളരെ സൂക്ഷ്മമായിട്ട് ആക്രമിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഈ ലെബനോനിലുള്ളത് വളരെ ശക്തമാണ്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 20 വർഷമായിട്ട് ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഓരോ മുക്കും മൂലയും പരിശോധിച്ച് എവിടെയൊക്കെയാണ് ഹിസ്ബുള്ള ആയുധങ്ങൾ ഒളിപ്പിക്കുന്നത്, ഏത് വീട്ടിലാണ്, എവിടെയാണ് അവരുടെ ട്രെയിനിങ് സെൻറ്റർ, എവിടെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, എവിടെയാണ് അവരുടെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി അവർ കൂടുന്ന ബിൽഡിങ്ങുകൾ ഏതാണ്, അവരുടെ ട്രെയിനിങ് ചെയ്യുവാൻ വേണ്ടി അവർ ഒന്നിച്ചു കൂടുന്നത് എവിടെയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻ്റലിജൻസ് കാര്യങ്ങളും അവർ ശേഖരിക്കുകയും അവരത് ഫയലാക്കി അവരത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരത് ദിവസവും അപ്ഡേറ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് കാരണം എന്താണെന്ന് സംഭവിച്ചാൽ ഈ ഒരു പാനിക്കിന് ശേഷം, ഈ പേജറിൻ്റെ വാക്കി ടോക്കി പൊട്ടിത്തെറിക്ക് ശേഷം ഇവർ എയർ സ്ട്രൈക്ക് തുടങ്ങിയപ്പോൾ ഇവർ ശേഖരിച്ചു വെച്ചിരുന്നതായിട്ടുള്ള 20 വർഷമായി ശേഖരിച്ചു വെച്ചിരുന്നതായിട്ടുള്ള ആ ഫയൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ഇവർ എയർഫോഴ്സ് അവർ ഡിസ്കസ് ചെയ്ത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു എവിടെയൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്ന്. അതുകൊണ്ടാണ് ഈ 1500 സ്ട്രൈക്കുകളും
പിൻ പോയിന്റ് ആയിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ളത്, ഇവർ ആക്രമിച്ചത് വെറുതെ, പലപ്പോഴും നമുക്കറിയാം ഇസ്രയേൽ ആക്രമണം അയച്ചു വിടുമ്പോൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും ആക്രമിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഇത് ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ 1500 സ്ട്രൈക്കും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയുവാൻ സാധിച്ചത് ഇവരുടെ മെയിൻ മിസൈലുകളെയും റോക്കറ്റുകളെയുമാണ് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇവർ ആക്രമിച്ചത് മെയിനായിട്ട്. അതിൽ നമുക്കറിയാം ഇവരുടെ ഹിസ്ബുള്ളയുടെ കയ്യിൽ ഹമാസ് പോലെയല്ല, ഹിസ്ബുള്ളയുടെ കയ്യിൽ സ്ട്രാറ്റജിക് മിസൈൽസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം സ്ട്രാറ്റജിക് മിസൈൽ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്താണെന്നുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് റേഞ്ച് ആണ്. അതുപോലെ തന്നെ അത് GPS കണക്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ GPS-ഉമായിട്ട് കണക്റ്റഡ് ആണ്. അത് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് പോയി അത് വീഴും എന്ന് നമുക്ക് നേരെ മുൻകൂട്ടി തന്നെ ഏത് സ്ഥലത്താണ് പോയി വീഴേണ്ടതെന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ആ മിസൈൽ അയക്കുവാൻ വേണ്ടി സാധിക്കും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് ഇസ്രായേലിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ മെയിൻ സിറ്റികളോ അല്ലെങ്കിൽ മെയിൻ ഇൻഫ്രാസ്ട്രക്ചറുകളോ ഒക്കെ ഇവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഈ മിസൈൽ വിടുവാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് അവിടെ പോയി ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള മിസൈലുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നിടമൊക്കെ ഇസ്രായേലിന് അറിയായിരുന്നു. അവിടെയാണ് ഇവർ വളരെ മാരകമായിട്ടുള്ള ആക്രമണം അയച്ചുവിട്ടത്. അതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ തകർന്നു എന്ന് പോലും ലെബനോണിലുള്ള ഈ ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായില്ല. അത് കാരണം ഇവർ തിരിച്ച് ആക്രമിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചപ്പോഴും, ഒന്നാമത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇവർ തിരിച്ച് ആക്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ വലിയ മിസൈലുകളാണിത്, വളരെ ഹെവി ആയിട്ടുള്ള മിസൈലുകളാണ് ഇത്. ഹൈഡ്രോളിക്കായിട്ടുള്ള പാഡിലൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒരു മനുഷ്യനെടുത്ത് പൊക്കി അല്ലെങ്കിൽ ആ രീതിയിൽ ആക്രമിക്കുവാനൊന്നും സാധിക്കുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലത്. ഇത് ഹൈഡ്രോളിക്കായിട്ടുള്ള മെഷീനറി പരമായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ഇത് പലതും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നു കിടക്കുകയായിരുന്നു. അത് കാരണം ഇവർക്ക് തിരിച്ച് വലിയൊരു ആക്രമണം അഴിച്ചു വിടുവാനൊന്നും ഇവർക്ക് സാധിച്ചില്ല. കാരണം ഒന്നാമത് എവിടെയൊക്കെ എന്തൊക്കെ നശിച്ചിട്ടുണ്ടെന്ന് തന്നെ ഹിസ്ബുള്ളയ്ക്ക് യാതൊരു വിധത്തിലുമുള്ളതായിട്ടുള്ള ഇൻഫർമേഷനും ലഭിക്കുവാൻ സാധിക്കാതെ വേണം ഇവരുടെ നെറ്റ്വർക്ക് നശിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ മിടുക്കാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വളരെ വ്യക്തമായിട്ട് അവരുടെ കീ പോയിൻ്റായിട്ടുള്ളതായിട്ടുള്ള തുറപ്പിച്ചിട്ടായിട്ടുള്ള മിസൈലുകളൊക്കെ ഇവർ ആദ്യമായിട്ട് നശിപ്പിക്കുന്നത്. അതിനുശേഷം ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ചെയ്തത് നമുക്കറിയാം, ഏതാണ്ട് 11 ഈ ഹിസ്ബുള്ളയുടെ തലവന്മാർ ഒന്നിച്ചു കൂടിയിരുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് ആ ഇൻ്റലിജൻസ് അവർക്ക് ലഭിക്കുകയും ഇവർ ഒന്നിച്ചു കൂടിയിട്ടുണ്ടെന്നുള്ളതായിട്ടുള്ള ഇൻ്റലിജൻസ് ലഭിക്കുകയും അവിടേക്ക് ആക്രമിക്കുകയും 11 പേരാണ് ആ ആക്രമണത്തിൽ അവിടെ മരിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ അവരുടെ ഏറ്റവും മെയിൻ മുതിർന്ന കമാൻഡറായിരുന്ന ഇബ്രാഹിം അക്കീൽ എന്ന് പറയുന്ന അദ്ദേഹവും അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. നമുക്കറിയാം അവരുടെ പ്ലാൻ എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നിച്ചു കൂടിയതിൻ്റെ ഉദ്ദേശം ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കയറിയതുപോലെ തന്നെ ഈ ഇസ്രയേലിൻ്റെ ഈ വടക്കൻ ഏരിയകളിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, അനേകം പേരെ കൊല്ലുക എന്നുള്ള പ്ലാൻ ചെയ്യുവാനും അത് നടപ്പാക്കുവാൻ വേണ്ടി ആയിരുന്നു അവരവിടെ ഒന്നിച്ചു കൂടിയത്. ഇത് ഇസ്രായേൽ ഇൻ്റലിജൻസ് അറിയുകയും അവിടെ ആക്രമണം നടത്തുകയുമായിരുന്നു സ്പോട്ടിൽ തന്നെ. ഓർപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് അത്രമാത്രം വളരെ ഫലപ്രദമായിട്ട് അവിടെ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അലി ദബാജ എന്ന് പറഞ്ഞ ഒരു ഹിസ്ബുള്ളയുടെ തന്നെ മെയിൻ ഒരാളെ ഇസ്രായേൽ വീണ്ടും കൊല്ലുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡറായിരിക്കുന്ന ഷെയ്ഖ് താല സെയ്ൻ എന്ന് പറഞ്ഞ ഒരാളെയും ഇസ്രായേൽ കൊല്ലുകയുണ്ടായി. അങ്ങനെ ഏകദേശം ഒട്ടുമിക്ക നേതാക്കളെയും ഇപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടുന്നെല്ലാം വളരെ വ്യക്തമാണ് ഇസ്രായേലിന് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഏതാണ്ട് 20 വർഷമായിട്ട് ഇസ്രായേൽ ഇങ്ങനെ ഒരു യുദ്ധം വരും, ഒരു ദിവസം ഇവരോട്
യുദ്ധം ചെയ്യേണ്ടി വരുമെന്നുള്ള കണക്ക് കൂട്ടലിൽ തന്നെ ഇവർ ഈ റിപ്പോർട്ടുകളും ഈ കാര്യങ്ങളും എല്ലാം അവർ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര സക്സസ് ആയിട്ട് ഹിസ്ബുളിൻ്റെ മേലെ ഇവർക്ക് ആക്രമണം അഴിച്ചുവിടുവാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പുറത്തെടുക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇനിയും കാണുവാനിരിക്കുന്നതേ ഉള്ളൂ ഹിസ്ബുള്ള എന്നാണ്. അപ്പോൾ ഇസ്രായേൽ വളരെ നാളുകളായിട്ട് എന്തൊക്കെയോ ഈ യുദ്ധത്തിന് മുന്നോടിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും കാണുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പേജറൊക്കെ പൊട്ടിത്തെറിച്ചപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു, എന്താണ് സംഭവിച്ചതെന്ന്. ഇതുപോലെയുള്ളതായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇസ്രായേൽ ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെ നോക്കുക, ഏകദേശം 2 ലക്ഷം റോക്കറ്റുകൾ, അതായത് ഹിസ്ബുള്ള പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ദിവസം 3000 റോക്കറ്റുകൾ വെച്ച് ഒരു വർഷം നിങ്ങളുടെ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലേക്ക് അയക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞതായിട്ടുള്ള ഹിസ്ബുള്ളയാണ് 2 അല്ലെങ്കിൽ 3 ദിവസത്തെ എയർ സ്ട്രൈക്ക് കൊണ്ട് ഇത്ര ദുർബലമായിട്ട് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വളരെ പിൻ പോയിൻ്റായിട്ട് ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങൾ അവർ കറക്റ്റായിട്ട് ആക്രമിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ നമ്മളിപ്പോഴും ഓർക്കണം, ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഹിസ്ബുള്ളയുടെ കയ്യിൽ വളരെയധികം റോക്കറ്റുകളും മിസൈലുകളും ഇനിയും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവർ ഇപ്പോഴിത് പലപ്പോഴും നമ്മളിപ്പോൾ ഓർക്കും എന്തുകൊണ്ടാണ് ഇവർക്കിതിപ്പം പ്രയോഗിക്കുവാൻ സാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പലതും തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊരു കോർഡിനേഷൻ ഇല്ല എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ അവരുടെ കമാൻഡർമാർ പലരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഈ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും മേധാവിയായിരുന്ന അവരുടെ കമാൻഡറെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഹിസ്ബുള്ള ആയിട്ടുണ്ട്. അതിൻ്റെ ക്ഷീണം അവർക്ക് ഉണ്ട്. എങ്കിലും അവരുടെ കയ്യിൽ ഇനിയും 1,00,000-ലധികം റോക്കറ്റുകൾ കയ്യിലുണ്ട് എന്ന് നമ്മൾ മറന്നുപോകും. റോക്കറ്റുകളും മിസൈലുകളുമായിട്ട് അവരുടെ കയ്യിലുണ്ട്. അതിലേറ്റവും അപകടകരമായിട്ടുള്ള, ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ, സ്ട്രാറ്റജിക് മിസൈലുകൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് അവരെ പ്രയോഗിക്കുവാൻ അവർക്ക് സാധിക്കും. അതുപോലത്തെ മിസൈലാണ് അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ അവർ ടെൽ അവീവിലേക്ക് അവർ തൊടുത്തത്. എന്നാൽ ഭാഗ്യവശാൽ അവരുടെ ഇസ്രായേലിൻ്റെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞ ആ മിസൈൽ സിസ്റ്റം അതിനെ പ്രതിരോധിക്കുകയും അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുകയും ചെയ്യുകയുണ്ടായി. ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഈ യുദ്ധത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഓപ്പറേഷൻ ആരോ ഓഫ് ദ നോർത്ത് എന്നാണ് അവർ പേര് നൽകിയിരിക്കുന്നത്. ഈ ഹിസ്ബുള്ളയുടെ ഒക്കെ പുറകിലുള്ളത് ഇറാൻ തന്നെയാണ്. ഇറാൻ്റെ ക്രൗൺ ജുവലാണ് ഹിസ്ബുള്ള. ഒരിക്കലും ഹിസ്ബുള്ള നശിച്ച് കാണുവാനോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ തകർക്കപ്പെടുവാനോ ഒന്നും ഹിസ്ബുള്ളയെ വിട്ടുകൊടുക്കുവാൻ ഇറാൻ തയ്യാറാകില്ല. എന്ത് വില കൊടുത്തും ഹിസ്ബുള്ളയെ ഇറാൻ സേവ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കൂടുതൽ വാർത്തകളുമായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.